ഹലോ, അപ്പോൾ ഒന്ന് ബോട്ടി ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ലീൻ ആക്കി കൊണ്ടുവന്ന ബോട്ടി ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് ഊറ്റിയെടുത്ത് അങ്ങനെ ക്ലീൻ ആക്കിയതാണ് കേട്ടോ. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ നോർമൽ വാട്ടറിൽ കേകിയിട്ട് ഊറ്റിയെടുത്തിട്ട് കുക്കർക്ക് ഇട്ടെടുത്തിട്ട് ഉണ്ട്. പിന്നെ അതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സവാളക്ക് പകരം ചെറിയുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവ ചേർക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ 1-2 വിസിലിന് ശേഷം കേട്ടോ ഞാനത് ഓർത്തെടുത്തത്. അപ്പോൾ കുക്കറിൻ്റെ മൂടി തുറന്ന് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ബോട്ടിക്ക് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് തന്നെ ഒരു 15 വിസിലിന് ശേഷം കേട്ടോ ഞാനിവിടെ ബോട്ടി വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുക്കറിനനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ ബോട്ടിയുടെ വേവ്. പുതിയ കുക്കറാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പം എന്താണെങ്കിലും നമ്മുടെ ബോട്ടിയൊക്കെ ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം കേട്ടോ. അതിനായി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചസ്മെല്ല് മാറിന് ശേഷം അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഇടുന്ന സമയം പച്ചമുളകും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് മാറിന് ശേഷം നമുക്ക് വേഗം ഇതിലേക്ക് ബോട്ടി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടികൾ കരിയാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പരുവത്തിലായിരിക്കും കേട്ടോ. ഇത് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യട്ടോ. അല്ലാതെ മുളക് പൊടി പച്ചമുളകൊന്നും ആഡ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ ബോട്ടി ഫ്രൈ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പം